പാലക്കാട് അട്ടപ്പാടിയിൽ കെട്ടിടം തകർന്ന സഹോദരങ്ങളായ കുട്ടികൾ മരിച്ചു. പാതി പണി കഴിഞ്ഞ വീട് ഇടിഞ്ഞു വീടായിരുന്നു അപകടം. വാർപ്പ് കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് 5-6 കൊല്ലമായി വീട് കെട്ടാതെ. അങ്ങനെ ഈ കുട്ടികൾ ദേവസ്ഥാനം അവിടെ പോയി കളിക്കാൻ പോകും. കളിച്ചിട്ട് ഇന്നും ഞാനായോ എന്നറിയില്ല. അങ്ങനെ പൊട്ടിപ്പോയി വാർപ്പ്. അങ്ങനെ പൊട്ടി കുട്ടികളുടെ മേത്ത് കയറി അങ്ങനെ പോയി. സാജിദ് ജിമ്മിലുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സാജിദ്. അതിദാരുണമായ സംഭവമാണ്. എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? വർഷ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. കുട്ടികൾ കളിക്കുന്നതിനിടെ ഈ പഴയ വീട് തകർന്ന് വീഴുകയായിരുന്നു. 2016 ഈ വീടിന്റെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇതിന്റെ സൺഷൈഡാണ് കുട്ടികൾക്ക് മുകളിലൂടെ വീണത്. സഹോദരങ്ങളായ 7 വയസ്സുള്ള ആദി, 4 വയസ്സുള്ള അജിനേഷ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ബന്ധു അഭിനയ എന്ന 6 വയസ്സുള്ള കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ കുട്ടികൾ സ്ഥിരമായി ഈ ഭാഗത്ത് കളിക്കാൻ പോകാറുണ്ട് എന്നുള്ളതാണ് ഈ ഊരിലുള്ളവർ പറയുന്നത്. ഇത് മുക്കാലിയിൽ നിന്ന് 4 കിലോമീറ്റർ വനത്തിനകത്തുള്ള ആദിവാസി ഊരാണ്. ഇവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഈ കുട്ടികളെ ആദ്യം കുറച്ചു ദൂരം ബൈക്കിലും പിന്നീട് വനം വകുപ്പിന്റെ ജീപ്പിലുമായാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ അഭിനയ എന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകി വരികയാണ്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. ഈ അഭിനയ എന്ന കുട്ടി ഈ ഊരിൽ ഉള്ളതല്ല, ഈ കരുവാര ഊരിലുള്ള കുട്ടിയല്ല. മേലെ തുടുക്കിയിൽ നിന്ന് വിരുന്ന് വന്ന കുട്ടിയാണ്. അട്ടപ്പാടി കരുവാര ഊരിലാണ് ഈ അപകടം നടക്കുന്നത്. എന്തായാലും അതിദാരുണമായൊരു അപകടമാണ്. ഇപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലുണ്ട്. രാവിലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതാണ് സാധ്യത. ഈ കെട്ടിടത്തിന്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമായിരുന്നല്ലേ? അപകടനിലയായിരുന്നു അല്ലേ? തീർച്ചയായും ഇത് സർക്കാർ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്ന വീടായിരുന്നു. ആദിവാസി ഉന്നതിയാണ് ഈ കരുവാര എന്നുള്ളത്. അത് ഈ അട്ടപ്പാടിയിലെ മുക്കാലിൽ നിന്ന് 4 കിലോമീറ്റർ വനത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ആദിവാസി ഉന്നതി കൂടിയാണ്. ഇവിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 2016 ഈ വീടിന്റെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇതിനടിയിൽ ഈ കുട്ടികൾ ഇടയ്ക്കിടെ കളിക്കാൻ പോകാറുണ്ട്. അവിടെ നിന്നാണ് ഈ പൂർണ്ണമായും ഈ കെട്ടിടത്തിന്റെ സൺസൈഡ് കുട്ടികളുടെ മുകളിലൂടെ ഇടിഞ്ഞു വീണത്. നമുക്ക് ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ആ വീടിന്റെ അവശിഷ്ടങ്ങൾ കാണാനും ദൃശ്യങ്ങൾ കാണുന്നുണ്ടാകും. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ്. 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. സഹോദരങ്ങളാണ് മരിച്ചത്. അവരെ മൃതദേഹം നിലവിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രയാസം, യാത്രാ ദുരിതമെല്ലാം തന്നെ അനുഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. അവിടെ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം ഈ കുട്ടികളെ പരിക്കേറ്റ ഉടനെ ഈ കരുവാരയിലേക്കുള്ള റോഡ് പണി നടക്കുന്നതുകൊണ്ട് മറ്റ് വാഹനങ്ങൾ എത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ ബൈക്കിലാണ് കുട്ടികളെ കൽക്കണ്ടി വരെ കൊണ്ടുവരുന്നത്. അവിടുന്ന് പിന്നീട് വനം വകുപ്പിന്റെ ജീപ്പിലാണ് കോട്ടത്തറയിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരം കൂടിയാണ് ലഭിക്കുന്നത്. സാധ്യത, അതായത് ഈ അപകടം നടന്ന സമയത്ത് വളരെ വേഗം ഈ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അങ്ങനെയാണോ? ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ ആ ഉന്നതിയിലുള്ള ആളുകൾ എത്തിച്ചു. പക്ഷേ ഈ വാഹനങ്ങൾ, ആംബുലൻസ് എത്തണമെങ്കിൽ മുക്കാലിയിൽ നിന്ന് അങ്ങോട്ട് പോകണം. അതിനുള്ള സമയം വേണം. ജീപ്പാണ് പിന്നീട് അവിടെയുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. പക്ഷെ റോഡ് പണി ആയതുകൊണ്ട് ജീപ്പ് അവിടെ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ ഇരുചക്ര വാഹനങ്ങളിലായി കൽക്കണ്ടിയിൽ വരെ, അതായത് 8 കിലോമീറ്റർ വരെ ഈ ഇരുചക്ര വാഹനങ്ങളിലായാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. അവിടെ നിന്ന് പിന്നീട് വനം വകുപ്പിന്റെ ജീപ്പിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം ഒരുപക്ഷെ കോട്ടത്തറയിൽ വെച്ചോ ഇല്ലെങ്കിൽ അകളിൽ വെച്ചോ ആയിരിക്കും ഉണ്ടാവുക.